നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ കേരള പിറവി ദിവസം നമ്മുടെ നിയമസഭയിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമുണ്ടായി. ദരിദ്രരിൽ തന്നെ അതിദാരിദ്ര്യം ബാധിച്ച് കഷ്ടപ്പെടുന്ന 64,006 കുടുംബങ്ങളെ അവർക്ക് വേണ്ട ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് അത് നടപ്പിലാക്കി അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി എന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായത്. 53 മാസത്തെ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ചേർന്നുള്ള കൂട്ടായ ഒരു യജ്ഞത്തിന്റെ ആവേശകരമായ പരിസമാപ്തിയായിരുന്നു അത്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായ ഉടനെ തന്നെ യുദ്ധം പറഞ്ഞു ഗതയും എടുത്തുകൊണ്ട് ഉത്ഥാനവും ചെയ്തു എന്ന് പറഞ്ഞ രീതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ചാടി എഴുന്നേറ്റു. ഇത് ശുദ്ധ തട്ടിപ്പാണെന്ന് വിളിച്ചു പറഞ്ഞു. അവർ സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയി. ഇതിലൊന്നും മലയാളികൾക്ക് ഒരു പ്രത്യേകത തോന്നിയില്ല. കാരണം ബഹിഷ്കരണം എന്ന വാക്ക് ഇവർക്കൊക്കെ കുഞ്ഞുനാളിൽ ആരോ ആ വാക്കിൽ എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നുള്ള അവസ്ഥയിലാണ്. കാരണം എന്ത് നല്ല കാര്യം കേരളത്തിൽ നടന്നാലും ഇവർ ബഹിഷ്കരിച്ചിട്ടേ ഉള്ളൂ. സാധാരണഗതിയിൽ സദ്യ കഷ്ടപ്പെട്ട ഒരു സദ്യ ഒരുക്കുമ്പോൾ ആ സദ്യ വെന്ത് പാത്രത്തിലായി കഴിയുമ്പോൾ കുടവയറും തള്ളിച്ച് വിളമ്പാൻ വരുന്ന ചില കരപ്രമാണിമാരെ പോലെ വന്ന് നിന്നിട്ട് അവസാനം ആ വിഭവങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് അവിടുന്ന് സ്ഥലം വിടുകയാണ് ഇവരുടെ പതിവ് രീതികൾ. പക്ഷേ മലയാളിയുടെ മുന്നിൽ വന്ന ഏറ്റവും വലിയ ചോദ്യചിഹ്നം എന്ന് പറയുന്നത് ഇത് ശുദ്ധ തട്ടിപ്പാണെന്ന് ഇത്ര ഈസി ആയിട്ട് എങ്ങനെ വിളിച്ചു പറയാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. പക്ഷേ തൊട്ടടുത്ത ദിവസം വന്ന ചില വാർത്തകൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ മലയാളികൾക്ക് മനസ്സിലായി ഈ പറഞ്ഞതിൽ വസ്തുതയുണ്ട്. ചേർത്തലയിൽ ആനന്ദകുമാർ എന്ന് പറയുന്ന അതിദാരിദ്ര്യത്തിൽപ്പെട്ട ആ പട്ടികയിൽപ്പെട്ട ഒരാളിന് സർക്കാർ ഭൂമി അനുവദിച്ചു, വീട് അനുവദിച്ചു. ഇത് കൂടാതെ ആ ആളിന് ഭക്ഷ്യക്കൂപ്പണുകളും നൽകിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അനുവദിച്ച ഭക്ഷ്യക്കൂപ്പൺ ഇന്നുവരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ അതിന്റെ പുരോഗതി വിലയിരുത്താനായി ഓരോ സ്ഥലത്തും ചെന്നപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹത്തിന് ഈ ഭക്ഷ്യക്കൂപ്പൺ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു കോൺഗ്രസിന്റെ ഒരു കൗൺസിലർ അത് അടിച്ചു മാറ്റുകയായിരുന്നു. 2023 മുതൽ ലഭിക്കേണ്ട ഭക്ഷ്യക്കൂപ്പൺ ഇതുവരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. നമ്മുടെ വാർത്താമാധ്യമങ്ങളൊക്കെ ആദ്യം ഒന്ന് മടിച്ചു ഈ വാർത്ത സംപ്രേഷണം ചെയ്യാൻ. കാരണം UDF-ന് വേണ്ടിയിട്ട് എല്ലാ കുത്തിത്തിരിപ്പുകളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിനിടയ്ക്കാണ് ഇങ്ങനൊരു ഇരുട്ടടി ഉണ്ടായത്. അവസാനം അവർക്കും ഇത് പുറത്തുവിടേണ്ടതായി വന്നു, സംപ്രേഷണം ചെയ്യേണ്ടതായി വന്നു. അപ്പോഴാണ് മലയാളികൾക്ക് മനസ്സിലായത് VD സതീശൻ പറഞ്ഞത് ശരിയായിരുന്നു. ഇത് ശുദ്ധ തട്ടിപ്പാണ്. പിന്നെ തട്ടിപ്പ് നടത്തിയത് ആരാണെന്നുള്ളതും മലയാളികൾക്ക് മനസ്സിലായി. കൂട്ടുകാരെ, സാധാരണക്കാരന്റെ അതിദാരിദ്ര്യം ബാധിച്ച ഒരാളിന് കൊടുക്കുന്ന ഭക്ഷ്യക്കൂപ്പൺ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് നികൃഷ്ടമായ മനസ്ഥിതിയാണത്. ഒന്നേ പറയാനുള്ളൂ, കവി VK ഗോപി പറയും പോലെ, ഞങ്ങൾ മാറ്റിക്കൊഴിക്കുന്ന പട്ടിണിപ്പാട്ടിന്റെ നാക്കിൽ തൃശൂലം തറയ്ക്കല്ല മാന്യര്. പ്രിയപ്പെട്ടവരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ് കുമാർ.